ഇന്നത്തെ ഈ ഒരു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൺവിൻസിങ് ബ്ലാസ്റ്റേഴ്സ് എന്ന് മാത്രമേ വിളിക്കുവാനായിട്ട് തോന്നുന്നുള്ളൂ. കാരണം ഇന്നത്തെ ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെമി ഫൈനൽ, ആദ്യമായിട്ട് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് കളിക്കാമായിരുന്നു. എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് മോഹൻ ബഗാൻ്റെ ബി ടീമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അതായത് സൂപ്പർ കപ്പിൽ മോഹൻ ബഗാൻ അത്ര കണ്ട് എഫേർട്ട് ഇടുകയോ സൂപ്പർ കപ്പ് നേടണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയല്ല അവർ തങ്ങളുടെ സ്ക്വാഡിനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് യങ് താരങ്ങൾക്കായിരുന്നു അവർ അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം ജയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ മത്സരം, അതായത് നോക്കൗട്ടിലെ ആദ്യത്തെ മത്സരം 2 ഗോളുകൾക്ക് ജയിച്ച് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോഹൻ ബഗാൻ്റെ ബി ടീമിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. 1-2 പ്രധാനപ്പെടുന്ന താരങ്ങൾ മാത്രമേ ഉള്ളൂ. സഹൽ അബ്ദുൾ സമദ്, ആഷിഖ് കുരുണിയൻ, സുഹൈൽ, ദീപക് താങ്കരി, ധീരജ് സിംഗ് പോലും അവരുടെ സെക്കൻഡ് ഗോൾ കീപ്പറാണ്. എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് അവരെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് കളി ജയിച്ചൊരു കൺവിൻസിങ് നൽകിയിട്ട് സെക്കൻഡ് കളി, അതായത് ബി ടീമിനെ പോലും തോൽപ്പിക്കാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിരം ശൈലിയിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവിൻസിങ് തന്നെയാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ടീമിനും എല്ലാവർക്കും വളരെയധികം നിരാശ നൽകിയ ഒരു കളി തന്നെയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. എന്തൊക്കെയായാലും ഇനി ഒരു ISL ടൂർണമെൻറ്റാണ് വരാനായിട്ടുള്ളത്. അതിന് മുമ്പ് ഡ്യൂറൻ കപ്പ് മേ ബി ഉണ്ടായിരിക്കാം. ഇനിയെങ്കിലും ആ ടൂർണമെൻറ്റിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതൊന്നും നമുക്ക് പ്ലേയേഴ്സ് പലരും, അതായത് കോച്ച് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം പല പ്ലേയേഴ്സും ഒരു ഹോളിഡേ മൂഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ തോറ്റിട്ടുണ്ടായിരുന്നു. പല താരങ്ങളും അവരുടെ 100% മത്സരത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പോലും കോച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സോ അതിനകത്ത് തന്നെ നമുക്കറിയാം ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബി ടീം ആണെന്നുള്ളൊരു മോഹൻ ബഗാനെ ഒരു നിസാര ടീമായിട്ട് കരുതിയാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മത്സരം തോറ്റിട്ടുള്ളത്. എന്തൊക്കെയായാലും വരാൻ പോകുന്ന മത്സരങ്ങളെ, അതായത് വരാൻ പോകുന്ന ടൂർണമെൻറ്റെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.